മലപ്പുറത്ത് ആടിന്റെ തലയെറുത്ത് ജിഹാദികളുടെ ആഹ്ലാദ പ്രകടനം. തവനൂരിലാണ് ഈ സംഭവം. LDF സ്ഥാനാർത്ഥി TK ജലീലിന്റെ ചിത്രം ആടിന്റെ കഴുത്തിലിട്ട് പ്രകടനം നടത്തിയതിനു ശേഷം ആടിന്റെ തല അറുക്കുകയായിരുന്നു. ആടിന്റെ തലയുമായി ആഹ്ലാദ പ്രകടനം നടത്തിയത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. അനഘ, എന്തൊക്കെയാണ് ഈ കേരളത്തിൽ നടക്കുന്നത്? തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പേരിൽ ഇവിടെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്തെല്ലാമാണ്? ആടിന്റെ തലയെറുത്തുള്ള പ്രകടനം, എതിരാളി ആയ സ്ഥാനാർത്ഥിയുടെ ഫ്ലെക്സ് ബോംബ് വെച്ച് തകർക്കുക, ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ ഈ കേരളത്തിൽ കാണുകയാണ്. ജിഹാദികളുടെ അഴിഞ്ഞാട്ടം എന്നുള്ള നിലയിൽ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങൾ ശക്തമാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ അനഘ? തവനൂരിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി VS ജോയ് ജയിച്ചതിന് തൊട്ടു പിന്നാലെ നടന്ന ആഹ്ലാദ പ്രകടനത്തിലാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഈ റോഡിന്റെ നടുമധ്യത്തിലൂടെ ഇത്തരത്തിലൊരു ആടുമായി ഒരു ആഹ്ലാദ പ്രകടനം നടത്തുന്നു. ഈ ആടിന്റെ കഴുത്തിൽ KT ജലീലിന്റെ എതിർ സ്ഥാനാർത്ഥിയായ KT ജലീലിന്റെ ചിത്രം ഈ ആടിന്റെ തലയിൽ കെട്ടിത്തൂക്കിയിടുന്നു. അതിനുശേഷം നഗരമധ്യത്തിലൂടെ വലിയ ആഹ്ലാദ പ്രകടനം നടത്തുന്നു. ഒരിടയിൽ മാറി നിന്നതിന് ശേഷം ആടിന്റെ കഴുത്തറക്കുന്നു. ആ കഴുത്തറുത്തതിന് ശേഷം ആ രക്തമൊലിക്കുന്ന ആ തലയുമായി ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്. ഇത് മുസ്ലിം ലീഗിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നതടക്കം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ് ഇത്തരത്തിൽ ഈ കൊടും ക്രൂരത ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഇത്തരത്തിലുള്ള ഒരു ആഹ്ലാദ പ്രകടനം മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ തന്നെയാണ് ഈ ആഹ്ലാദ പ്രകടനം, ഈ ആടിന്റെ തലയറുത്തുകൊണ്ടുള്ള ഈ ആഹ്ലാദ പ്രകടനം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. വലിയ വിമർശനം ഉയർന്നതിന് പിന്നാലെ ലീഗ് തന്നെ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ തന്നെ ഇത് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരം, ഈ ലീഗ് നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അത് ആഹ്ലാദ പ്രകടനം നടത്തിയതാണ്, ആ സമയത്തുണ്ടായ ഒരു വൈകാരികതയുടെ പേരിൽ ഉണ്ടായിപ്പോയതാണ് എന്നാണ് ലീഗിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വരുന്ന ആ വിശദീകരണം. ഏതെങ്കിലും ഒരു തരത്തിലൊരു വൈകാരികമായി അല്ലെങ്കിൽ ഒരു ആഹ്ലാദ പ്രകടനം എങ്ങനെയാണ് ഒരു ജീവിയെ കൊന്നുകൊണ്ട് ഇത്തരത്തിലൊരു ആഹ്ലാദ പ്രകടനം നടത്തുക എന്നതാണ് സമൂഹത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഉയരുന്ന ചോദ്യം. ഇത് മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് മലപ്പുറത്ത് നിന്ന് മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു ആഹ്ലാദ പ്രകടനമല്ല. മറ്റൊരു ആഹ്ലാദ പ്രകടനം കഴിഞ്ഞ ദിവസം നമ്മൾ കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്ന് കണ്ടതാണ്. അതായത് NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രന്റെ ഫ്ലെക്സ് ബോർഡ് അത് നാടൻ ബോംബ് വെച്ച് തകർത്തുകൊണ്ട് വിജയാഹ്ലാദ പ്രകടനം നടത്തുന്ന ഒരു ലീഗിനെ നമ്മൾ മഞ്ചേശ്വരത്ത് കണ്ടു. അതേ ലീഗ് ഇന്നൊരു സാധു, ഒരു മിണ്ടാപ്രാണി, ആ മിണ്ടാപ്രാണിയുടെ കഴുത്തറുത്തുകൊണ്ട് ആ ചോരയൊലിക്കുന്ന തലയോട്ടിയുമായി, ആ തലയുമായി, ആടിന്റെ തലയുമായി ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്. അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിന് ഒരു മടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇതിനടിയിലൊക്കെ വരുന്ന കമന്റുകളാണ് ഏറെ ശ്രദ്ധേയം, വിനോദ്. അതായത് ഈ കമന്റുകളിൽ ഇവർ ചോദിക്കുന്നുണ്ട്, ഇത് താലിബാനിലൊക്കെ കണ്ടുവരുന്ന തീവ്രവാദികളുടെ ഒരു ശൈലിയല്ലേ, രീതിയല്ലേ എന്നാണ് ഈ കമന്റിലടിയിൽ, ഈ വീഡിയോയ്ക്കടിയിൽ വരുന്ന മുഴുവൻ കമന്റുകളും. കാരണം അത്തരത്തിലൊരു വിചിത്രമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ രീതി ജിഹാദികൾ പിന്തുടരുന്ന ഒരു രീതിയാണ്. അതെങ്ങനെയാണ് മുസ്ലിം ലീഗ് ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടാകുന്നത് എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും ഈ മുസ്ലിം ലീഗ് അധികാരം പിടിച്ചതിന് വിജയിച്ചു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇത്രയധികം വിചിത്രമായ, ക്രൂരമായിട്ടുള്ള, പ്രാകൃതമായ രീതിയിലുള്ള വിജയാഹ്ലാദ പ്രകടനങ്ങൾ ഉണ്ടാകുന്നത്. 23 സീറ്റിൽ അധികാരം പിടിച്ചിട്ടുണ്ട്, വിജയിച്ചു കയറിയിട്ടുണ്ട് മുസ്ലിം ലീഗ്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തുന്നത്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, തവനൂരിൽ VS ജോയ് ആണ് ജയിച്ചിരിക്കുന്നത്. ഈ ജോയ് ജയിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ മുസ്ലിം ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീറായിട്ടുള്ള മുജീബുർ റഹ്മാനെ കാണാൻ പോയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളടക്കം പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലീഗ് ഈ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള വർഗീയ സംഘടനകളുടെ ബലത്തിലാണ് ഇത്തരത്തിലുള്ള കൊടും ക്രൂരതകളും കേരളം മുമ്പ് കണ്ടിട്ടില്ലാത്ത ഈ ശൈലി പിന്തുടരുന്നത് എന്നുള്ളതാണ്. എന്തായാലും വലിയ വിമർശനം ലീഗിനെതിരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. അതിനിടയിലാണ് ഇത് തെറ്റായി പോയി എന്ന് പരസ്യമായി പറയാൻ പോലും ലീഗ് തയ്യാറാകാത്തത്. ലീഗ് പറയുന്നത് അതൊരു വൈകാരികമായിട്ടുള്ള, ആ സമയത്തെ സന്തോഷത്തിൽ ചെയ്തു പോയതാണ് എന്ന് പറയുകയാണ് ലീഗ് ചെയ്യുന്നത്. എന്തായാലും അത് തള്ളിപ്പറയാനോ തെറ്റാണോ എന്ന് പറയാൻ പോലും ലീഗ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത പല ആഹ്ലാദ പ്രകടനങ്ങളുമാണ് UDF അധികാരത്തിൽ പിടിച്ചതിന് പിന്നാലെ, ലീഗ് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയതിന് പിന്നാലെ കേരള സമൂഹത്തിൽ നിന്ന് കാണുന്നത്, വിനോദ്. തീർച്ചയായും തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ മറവിലാണ് ഇത്തരത്തിൽ ക്രൂരവും പൈശാചികവുമായ
ആഹ്ലാദ പ്രകടനങ്ങൾ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. വിജയാഹ്ലാദത്തിലാണ് ആടിന്റെ തല അറുത്തുകൊണ്ടുള്ള പ്രകടനം മുസ്ലിം ലീഗ് നടത്തിയത്. ഇത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ.